മോദിയുടെ ഗ്യാരണ്ടി. അങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി തൃശ്ശൂരിൽ വന്നു പോയതിന് ശേഷം ഗ്യാരണ്ടി കൊടുത്തിട്ടോ മൂപ്പര് പോയത്. അപ്പം അതിനുശേഷം ഏറ്റവും കൂടുതൽ ഗ്യാരണ്ടിയോട് കൂടി ഏറിപ്പോയത് ശോഭനയാണ്. നമ്മുടെ നടി ശോഭന എന്തടാ ഏറെ പോവാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭന ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നകുലൻ്റെ വഴിയെ ഗംഗയും നകുലനും ഗംഗയും മാടമ്പള്ളിത്തറവാട്ടിൽ. ഇതിലും മികച്ചൊരു ട്രോള് ഇനി 2024 വരുമെന്നുള്ളതാണ് സംശയം. കാരണം ഇത് മൊത്തത്തിൽ മണിച്ചിത്രത്താളാക്കി. അപ്പോൾ ഇനിയിപ്പോൾ മോദിജി മോഹൻലാലായിരിക്കും. ഗംഗി നകുലനോടുണ്ടല്ലോ, ഏത് വഴിക്കെത്തും നമുക്ക് നോക്കാം. നാം ജീവിക്കുന്നത് മികച്ച നേതൃത്വത്തിന് കീഴിൽ മോദി സർക്കാരിനെ പുകഴ്ത്തി നടി ശോഭന. വിഷയം വേറെ ഒന്നുമില്ല, ശോഭന അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിഷ്വൽസൊക്കെ നമ്മൾ കണ്ടതാണ്. ശോഭന പ്രസംഗിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പോർഷൻ ഞാനിവിടെ വയ്ക്കാം. ഇത്രമാത്രം ലേഡീസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സോ ഐ എം ത്രിൽഡ് ഫോർ ദാറ്റ്. എല്ലാവർക്കും നമസ്കാരം. ആദരണീയനായ പ്രധാനമന്ത്രിജി കാണാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും ആണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. കേരളത്തിൻ്റെ സ്ത്രീ സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയായ ഞാനും അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. വരും തലമുറയ്ക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മുന്നേറാൻ അങ്ങേയറ്റം പ്രചോദനം നൽകുന്ന വിമൻസ് റിസർവേഷൻ ബിൽ ഓണറബിൾ പ്രൈം മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ പാസ്സായിരിക്കുകയാണ്. അങ്ങേയറ്റം അഭിമാനത്തോടെ എന്നെപ്പോലെ ഓരോ സ്ത്രീകളും ഇതിനെ നോക്കിക്കാണും എന്ന് ആത്മാർത്ഥമായി ഞാൻ കരുതുന്നു. ഓക്കെ, അങ്ങനെ സ്ത്രീ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിൽ BJP സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുത്ത് നമ്മുടെ ശോഭന സംസാരിച്ചതാണ് നിങ്ങളിപ്പോൾ ഈ കേട്ടത്. അപ്പോൾ എന്ത് വിഷയത്തിനാണ് ഏറിപ്പോയത്? ഇപ്പോൾ ഈ ഒരു പരിപാടിക്ക് പോയപ്പോഴത്തേക്ക് ശോഭന സംഗിണിയായോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ കുറച്ച് മാസങ്ങൾക്കും ദിവസങ്ങൾക്കും മുമ്പ്. ഓക്കെ, നിങ്ങൾ ഒരു വിഷ്വൽ കണ്ടു കാണും. അതൊരു സെൽഫി വിഷ്വലാണ്. ദാറ്റ് വിഷ്വൽസ് കംസ് ഫ്രം കേരളീയം പ്രോഗ്രാം. വേറെ ഒന്നുമില്ല, ശോഭന കേരളീയം പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയുടെ കേരളീയം പ്രോഗ്രാം, കേരള ഗവൺമെൻറ് കേരളീയം പ്രോഗ്രാം. അന്ന് ശോഭന കമ്മിയാണ്. അന്ന് കമ്മിയാണ് ശോഭന. അന്ന് പ്രസംഗിച്ച അവിടെ വയ്ക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇത് വളർന്ന് വരുന്ന യുവതലമുറയ്ക്ക് നൽകുന്ന എക്സ്പീരിയൻസും പ്രോത്സാഹനവും അല്ലാതെ ഇറ്റ് ഓപ്പൺസ് ദ വിൻഡോസ് ഫോർ ദി യൂത്ത് ടു എക്സ്പീരിയൻസ് their spirit in terms of also experiencing and encouraging the artist inside them. So, I'd like to reiterate that UNESCO has recognized as a masterpiece of oral and intangible heritage this 2000-year-old and oldest theatrical art form, Kudiyattam, which is still performed with gusto in Kerala. ഓക്കെ, അപ്പോൾ അവരവിടെ വേദിയിൽ പ്രസംഗവും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ ഇപ്പോൾ നോക്കുന്ന സമയത്ത് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു ഡബിളാണ്. കേരളീയത്തിൽ നിന്ന് നേരെ ഭാരതീയത്തിലേക്ക് എന്ന് പറഞ്ഞുള്ള വേറെ ട്രോളുകളും കാര്യങ്ങളും ഒക്കെ പോകുന്നു. കമൻറ്റ് ബോക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരും ചാണാൻ ചവിട്ടിയോ, പിന്നെ EDയെ പേടിയില്ലാത്ത നടന്മാർ കേരളത്തിൽ നിന്നില്ല, ഇന്ത്യയിലുണ്ടോ, ആ പോക്ക് കണ്ട് ചിരിക്കാത്തവർ ഉണ്ടോ, വാലിൽ തീ പിടിച്ച പോലെ. വലിയ കാര്യമായി പോയി വോട്ടുകളെല്ലാം ഇനി മോദിക്ക് തന്നെ. മണിപ്പൂരിൽ പരസ്യമായി സ്ത്രീകളെ പിച്ചിച്ചീന്തിയപ്പോൾ ഒന്നും പറയാനില്ല, ഒന്ന് അവിടെ കൂടി ചെല്ലാൻ പറ. അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ശോഭന ഇനി മുതൽ സംഗിണിയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകളും ഒരുപാട് പേരുടെ റിയാക്ഷൻ വീഡിയോസൊക്കെ ഞാൻ കണ്ടു. ബൈ ദ വേ, ഇവരൊരു ആർട്ടിസ്റ്റാണ്. അവരെവിടെയും പരസ്യമായിട്ട് അവരുടെ രാഷ്ട്രീയമൊന്നും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ശോഭന. അതുകൊണ്ട് തന്നെ അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന ആർട്ട് ഫോം, സിനിമ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഡാൻസ് എന്ന് പറഞ്ഞ ആർട്ട് ഫോമിന് നമ്മുടെ സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കര സ്ഥാനമുണ്ട്. അവർ ആ ഒരു ആർട്ട് ഫോമിൽ തന്നെ അവരവരുടെ ജീവിതം തന്നെ ആ ഡാൻസ് എന്ന ആർട്ട് ഫോമിന് മാറ്റി വെച്ചിട്ടുള്ളൊരു ലേഡിയാണ്. സോ ആ ഒരു ലേഡി അവർക്ക്
ലൈക്ക് എന്താ പറയുക, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് സൊസൈറ്റിയോട്. അപ്പോൾ പ്രധാനമന്ത്രി വിളിച്ചാലും സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്റർ വിളിച്ചാലൊക്കെ ഒരു പ്രോഗ്രാമിൽ അവർ റെപ്രസെൻ്റ് ചെയ്യണം. കാരണം അവർ അത്രയും റെസ്പെക്റ്റ്ഫുള്ളായിട്ടാണ് ഇവർ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവർ ഇവിടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഹോ ശോഭനയെ നമുക്ക് കമ്മ്യൂണിസ്റ്റ് ആക്കാം എന്ന് പറഞ്ഞിട്ടല്ല കേരളീയം പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ BJP പ്രധാനമന്ത്രി വരുന്ന പ്രോഗ്രാമിലേക്ക് ശോഭനയെ നമുക്ക് കൊണ്ടുവന്ന് നമുക്ക് ഒരു സംഗിണിയാക്കാം അങ്ങനെ വിചാരിച്ചിട്ടാവോ? അല്ല. നിങ്ങൾ നോക്ക്, ഡാൻസ് പറഞ്ഞ ആർട്ട് ഫോമിനകത്തിരുന്ന് തന്നെ നമ്മളെ കേരളത്തിൽ നിന്ന് ഓക്കെ മലയാളികളുടെ അഭിമാനമായി നമുക്കെപ്പോഴും ശോഭന എന്ന് പറഞ്ഞ ഒരാളെ പറയാൻ പറ്റും. ഓക്കെ, ഈവൻ ദോ അവരുടെ ഒരു എന്താ പറയുക സിനിമകളില്ലാത്ത ടൈമാണെങ്കിൽ പോലും, ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണെങ്കിൽ പോലും അവരുടെ പഴയ വർക്കുകൾ വെച്ചിട്ടാണ്, അവർ മലയാളം സിനിമയ്ക്ക് തന്ന കോൺട്രിബ്യൂഷൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് അവരെ ഇപ്പോഴും വിളിക്കുന്നത്. അവരുടെ ഒരു ലെഗസി തന്നെയാണ് അവിടെ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, രാഷ്ട്രീയക്കാരെന്താണെങ്കിലും ഈ പറഞ്ഞ പോലെ ലെജൻഡായിട്ടുള്ള ആളുകളെ വിളിക്കുമ്പോൾ കൂട്ടത്തിൽ ഇപ്പം നാളെ നാളെ ഇനിയിപ്പോൾ BJP കഴിഞ്ഞല്ലോ പ്രോഗ്രാം, ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാരുടെ പ്രോഗ്രാം ആണെങ്കിൽ അവരും ചിലപ്പോൾ ശോഭനനെ വിളിക്കും. അന്ന് കുങ്ങിയാവോ ശോഭന? നല്ല കോമഡി ആയിട്ടുണ്ട്. എന്താണെങ്കിലും ശോഭന എയറിലായിട്ടുണ്ട്. മോദിയുടെ ഗ്യാരണ്ടി എന്താണെങ്കിൽ ഗ്യാരണ്ടി പോലെ തന്നെ ഇരുന്ന് ഗ്യാരണ്ടി ആയിട്ട് ശോഭന എന്തൊക്കെയാ അറിയോ? കമ്മി സംഗി പ്ലസ് മറ്റേ കുമ്പിടി ഇവിടെയും കണ്ടു അവിടെയും കണ്ടു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവരിതൊക്കെ അറിഞ്ഞോ ആവോ? കമൻറ്റ് ബോക്സൊക്കെ അവർ നോക്കില്ല അറിയില്ലല്ലോ, കണ്ടന്റുകൾ അവർ കാണുമില്ല അറിയില്ലല്ലോ. അവരെന്താണെങ്കിലും അവരെ വിളിച്ചു കൊടുത്തൊക്കെ അവർ പോകുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്, അവർ ഹാപ്പിയാണ്.